സ്വർഗം അല്ലെങ്കിൽ നരകം. ഈ രണ്ട് സ്ഥാനങ്ങളിൽ പോകേണ്ട മഹതി മഹാന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സംസ്കാര ശുശ്രൂഷ, ഈ സ്വർഗീയമായ യാത്രയപ്പ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു നല്ല വേദിയായി ചില ജീവിതങ്ങളിലേക്ക് രൂപാന്തരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, യാക്കോബ്, ഇസാക്ക് തുടങ്ങിയ വിശുദ്ധന്മാരോട് ചേർന്ന്, യേശുക്രിസ്തുവിനോട് ചേർന്ന്, അപ്പോസ്തലന്മാരോട് ചേർന്ന് പ്രശ്നമില്ലാത്ത നാട്ടിൽ, ബന്ധില്ലാത്ത നാട്ടിൽ, കരണ്ട് കട്ടില്ലാത്ത നാട്ടിൽ യുഗായുഗങ്ങൾ വഴിയുള്ള ഭാഗ്യവതകൾ നമുക്ക് എത്തിച്ചേരണം. അതായിരിക്കട്ടെ നമ്മുടെ കാഴ്ചപ്പാട്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഈ രണ്ട് സ്ഥാനങ്ങളിൽ പോകേണ്ട മഹനീയന്മാരാണ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതത്തെ സങ്കീർത്തനക്കാരൻ 4 വിരൽ നീളമാക്കി വെച്ചിരിക്കുന്നു. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഏത് അവസ്ഥയിലുള്ള മനുഷ്യരും മരിക്കും, പക്ഷേ സമയം നിശ്ചയമില്ല. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ബൈബിൾ പരിശോധിച്ചാൽ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രിയ അപ്പച്ചൻ പോയല്ലോ എന്നുള്ള ദുഃഖം നമുക്കുള്ളപ്പോൾ സ്വർഗത്തിലെ ദൂതസഞ്ചയം, ഞങ്ങളുടെ പ്രിയ അപ്പച്ചൻ വന്നല്ലോ, അവിടെ സന്തോഷമാണ്, ഇവിടെ ദുഃഖമാണ്. ഒരിടത്ത് ആബ്സെന്റ്, മറ്റിടത്ത് പ്രസന്റ്. ഇതാണ് മനുഷ്യ ജീവിതം. രണ്ടാമത്തെ പ്രധാന കാരണം, വിലയേറിയ കാര്യം, നമ്മെ ഓരോരുത്തരുടെയും കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വിലയേറിയതാണ്. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വിലയേറിയതാണ്. അങ്ങനെയെങ്കിൽ ചഞ്ചല ഹൃദയത്തോടെ, വേദനിക്കുന്ന മനോഭാവത്തോടെ കടന്നു വന്ന വ്യക്തി ജീവിതമേ, നീ എന്തിനു ഭാരപ്പെടുന്നു? നീ എന്തിനു വ്യാകുലപ്പെടുന്നു? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ തുടപ്പാൻ, നിന്റെ കടഭാരം മാറ്റിയെഴുതുവാൻ, ദൈവികമായ സൗഖ്യം തരുവാൻ ഗുരു വന്നിട്ടുണ്ട്. നിന്നെ വിളിക്കുന്നു. ആ വിളിയുടെ ശബ്ദം കേട്ട് കർത്താവിന്റെ ഹിതാനുസരണം വരുംകാലങ്ങളിൽ ക്രിസ്ത്യ സാക്ഷ്യം പുലർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ജീവിതങ്ങളിൽ മേലും പരിവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ വിലയേറിയ കാര്യം, നിന്റെ രക്തത്തിന്റെ വില യഹോവയ്ക്ക് വിലയേറിയത്. 4, നിന്റെ വീണ്ടെടുപ്പ് യഹോവയ്ക്ക് വിലയേറിയത്. സഭ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ പൂന്തോട്ടത്തിലെ മനോഹരമായ ഒരു പുഷ്പം, സൗരഭ്യം പരത്തിക്കൊണ്ടിരുന്ന ഒരു പുഷ്പം ഉടയവൻ അടർത്തിയെടുത്താൽ അതിനെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. സങ്കീർത്തനക്കാരൻ 103 സങ്കീർത്തന പ്രകാരം പ്രസ്താവിക്കുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. ഒരു പുഷ്പം വിടർന്ന് വികസിച്ച് മുട്ടിട്ട് തുടങ്ങുമ്പോൾ മുതൽ അതിന്റെ സൗരഭ്യം, അതിന്റെ ശോഭ, അതിന്റെ കുളിർമ അനേകർക്ക് നൽകിക്കൊണ്ടിരിക്കും. വിടർന്ന് വികസിച്ച അതിന്റെ സൗരഭ്യം ആസ്വദിച്ച അനേകര് നമ്മുടെ മധ്യത്തിലുണ്ട്. ജീവിത സായാഹ്നത്തോട് അടുത്ത വേളയിൽ ഒരു കാലത്ത് പ്രശോഭിച്ചു നിന്ന, തിളങ്ങി വിളങ്ങി സൗരഭ്യം പരത്തിക്കൊണ്ടിരുന്ന പുഷ്പം വാടിത്തളർന്നതിനെ ഞെട്ടി നിൽക്കുന്ന കാഴ്ച നിങ്ങളിൽ ചിലരെങ്കിലും ദർശിച്ചിട്ടുണ്ടാവാം. ആ സമയത്ത് മന്ദമാരുതൻ മെല്ലെ വീശി, കാറ്റടിച്ചു, ചെടി ഉലഞ്ഞു, വാടിത്തളർന്ന് ക്ഷീണിച്ചു നിന്ന പുഷ്പം അടർന്ന് താഴേക്ക് വീണു. ഇതുപോലെയാണ് മനുഷ്യ ജീവിതമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു. ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയുടെ ആരംഭം കുറിക്കുന്ന മണിക്കൂറുകൾ, സംവത്സരങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദുഃഖവേളയിൽ തകർന്നു കിടക്കുന്ന യാഗപീഠത്തെ പുതുക്കി പണിയുവാൻ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മരണം ഒരു ഭക്തന് മാന്യമായതാണ്. മരണം ഒരു ഭക്തന് സ്വീകാര്യമായതാണ്. മരണം തക്ക സമയത്ത് വരുന്നതാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. മരിക്കാതിരിക്കുന്നതിന് ഒരു മരുന്ന് മാത്രമേ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ: ജനിക്കാതിരിക്കുക. ജനിക്കുന്ന മനുഷ്യരൊക്കെയും മരിക്കും നിശ്ചയം, പക്ഷേ സമയം നിശ്ചയമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ദൈവമക്കളെ, ദൈവവിശ്വാസികളെ, അടുത്ത ദിനം മനോരമയിൽ വരുന്ന വാർത്ത ആരെക്കുറിച്ചാണ് എന്ന് നാം അറിയുന്നില്ല. അടുത്തതായി കേൾക്കപ്പെടുന്ന കൂട്ടനിലവിളി ഏത് ഭവനത്തിൽ നിന്ന് ഉയരുന്നുവെന്ന് നാം അറിയുന്നില്ല. അടുത്തതായി നിർമ്മിക്കപ്പെടുന്ന ശവപ്പെട്ടി ആർക്കു വേണ്ടിയാണെന്ന് അറിയുന്നില്ല. ഇതാണ് ഈ ലോകത്തിന്റെ അവസ്ഥയെങ്കിൽ ബൈബിൾ ആധികാരികമായി പ്രഖ്യാപിക്കുന്നു: ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടെയും ഭയത്തോടെയും സേവ ചെയ്യുവാൻ ദുഃഖവേളയിൽ തീരുമാനമെടുക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു.
ഗുരു നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ദൈവികമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. സംസ്കാര ശുശ്രൂഷയാണെങ്കിലും സ്വർഗീയ യാത്രയപ്പിന്റെ ഒരു ശുശ്രൂഷയാണെങ്കിലും ദൈവികമായ സ്പർശനം അനുഭവിച്ച് അനുഗ്രഹീതരായി ശക്തരായി പുതിയ തീരുമാനവും പുതിയ പ്രതിഷ്ഠയും എടുത്തുകൊണ്ട് പ്രിയപ്പച്ചൻ കാണിച്ച നല്ല മാതൃക ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ചില ജീവിതങ്ങൾക്കൊക്കെ കർത്താവ് വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനമാണ്. സുവിശേഷത്തിന്റെ ദീപശിഖ ഭാരതമെങ്ങും പരത്തുവാൻ ഈ ഭവനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ സ്വർഗം തെരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവ് നദിയുടെ തീരത്ത് നട്ടിരിക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ ലിലിക്കുട്ടി ഷൗമേൽ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെയും ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയുടെയും പ്രധാനപ്പെട്ട എല്ലാ യോഗങ്ങളിലും കടന്നു വന്ന ദൈവജനം ആധികാരികമായി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞങ്ങൾ ഇന്നിവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ സാരഥികളിൽ മുഖ്യമായ പങ്ക് വഹിച്ചുകൊണ്ട് ദൈവമഹത്വത്തിന് സുവിശേഷീകരണത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ബ്രദർ പ്രിൻസിപ്പൽ തുടങ്ങിയവരെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷത്തിന്റെ ദീപശിഖ അണയാതെ ഭാരതമാകെ പരത്തുവാൻ ഈ ഭവനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ സ്വർഗം തെരഞ്ഞെടുത്തോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം തീർന്നിടാറായി, പ്രഭാത താരം യേശുവാനിൽ വന്നിടാറായി. നിനയാത്ത നാഴിയിൽ മനുഷ്യത്വം വരുന്നുകൊണ്ട് നാം ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യുന്ന വലിയ ദൗത്യം സ്വർഗം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, നാം അനുഗ്രഹീതരാണ്. ദൈവികമായ സമാധാനം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ അപ്പച്ച, അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്നുള്ള വലിയ പ്രത്യാശയിൽ ഈ ഭൗതിക ശരീരത്തെ ദൈവത്തിന്റെ അഭിഷക്തന്മാർ ചില മണിക്കൂറുകൾക്കുള്ളിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭൂമിക്ക് ദാനം ചെയ്യുന്ന ശുശ്രൂഷ ഇവിടെ നടക്കുകയാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയുടെയും ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ദുഃഖത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം കർത്താവ് നൽകി അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബഹുമാന്യനായ തോമസ് ഉൽസാറിനോടുള്ള പ്രത്യേകമായി നന്ദിയും വന്ദനത്തിൽ അറിയിക്കുന്നു. IPCയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ രാജു പൂവക്കാല പാസ്റ്റർ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിക്കും. പ്രിയ പിതാവിന്റെ ശരീരത്തിന് മുമ്പിൽ പ്രത്യാശയോടെ നിൽക്കുവാൻ കർത്താവ് സഹായിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കുടുംബമായിട്ട് ഉള്ള സ്നേഹബന്ധം പ്രിയപ്പെട്ട സാറ്, പ്രിയ സൈമൺ സാറ്, NDC ഡെറാഡൂണിലെ താൻ പ്രിൻസിപ്പളായിരിക്കുന്ന സ്ഥാപനത്തിൽ എൻ്റെ മകൻ, ഏക മകൻ, അവിടെ ബൈബിൾ കോളേജിൽ 3-ാം വർഷം BD പഠിക്കുകയാണ്. ആ നിലയിൽ ഞങ്ങളുടെ മകനോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം, സ്നേഹം, ഒരു പിതാവിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ കാരുണ്യമായിട്ടുള്ള ഇടപെടലുകൾ, തന്റെ വചന പരിജ്ഞാനം, വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതമായ നിലയിൽ അദ്ദേഹത്തിന് വൈദിക പഠനം നടത്തുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞൊരു പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഞാൻ സഭയിൽ വന്ന് വളരെ ശക്തമായൊരു സന്ദേശം നൽകുവാൻ ഇടയായി തീർന്നു. അന്ന് മുതലാണ് ഞാൻ അദ്ദേഹവുമായി അടുത്ത ഇടപെടാൻ ഇടയായി തീർന്നത്. ആ നിലയിൽ എൻ്റെ മകൻ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ആത്മാർത്ഥമായ സ്നേഹവും ബന്ധവും പരിചയവും അദ്ദേഹത്തിന്റെ ലഭിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മമ്മിയുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ വർഷങ്ങളായിട്ടുള്ള സ്നേഹബന്ധമാണ്. ആ പ്രിയ സഹോദരിയ കർത്താവെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് എല്ലാ മക്കളും, ആൺമക്കളും പെൺമക്കളും ഇവരുടെ മരുമക്കളും എല്ലാവരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അതിന്റെ പുറകിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈ ഭൂമി നമുക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലും സ്വന്തം അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നതിൽ ആത്മാർത്ഥമായി വേറെ ആരും പ്രാർത്ഥിക്കത്തില്ല. അസൂയയില്ലാതെ പ്രാർത്ഥിക്കുന്ന 2 പേര് സ്വന്തം അപ്പനും അമ്മയുമാണ്. അവരെ കുഞ്ഞുങ്ങൾ എത്രമാത്രം ഉയരുന്നതിൽ അവർക്ക് യാതൊരു അസൂയയുമില്ല. നമ്മളോട് ഒത്തിരി പേര് യോഗങ്ങൾ കഴിയുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ഫോണിൽ കൂടെ പറയും പ്രാർത്ഥിക്കണേ പാസ്റ്ററെ, പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ പറയും പ്രാർത്ഥിക്കാമെന്ന്, ഒരു ഭാഷ പിന്നെ നമ്മൾ മറന്നുപോകും.
അതിൽ ഒരിക്കലും മറക്കാതെ പ്രാർത്ഥിക്കുന്ന രണ്ടുപേരെ അപ്പനും അമ്മയുമാണ്. അവരെ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ പേര് മറന്നു പോകത്തില്ല. അവർ ഓർത്തിരുന്ന് പ്രാർത്ഥിക്കും. പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ മരിക്കുമ്പോൾ സാധാരണ ആൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ആ പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ അപ്പന്റെ സ്ഥാനത്ത് അപ്പൻ മാത്രമേ ഉള്ളൂ, അമ്മയുടെ സ്ഥാനത്ത് അമ്മ മാത്രമേ ഉള്ളൂ. അതിന് പകരം വെക്കാനായിട്ട് വേറെ ആരെയും ലഭിക്കുകയില്ല. ഈ അപ്പച്ചനെ 93 വയസ്സ് വരെ ജീവിച്ചിരിക്കാനും കർത്താവ് ഭാഗ്യം കൊടുത്തു. മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80. അത് കഴിഞ്ഞ് ഒരു 13 വയസ്സുകൂടെ ജീവിച്ചിരിക്കുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. ഈ ലോകത്തെ കാണേണ്ടതെല്ലാം കണ്ടു. മക്കളെ കണ്ടു, മരുമക്കളെ കണ്ടു, കൊച്ചുമക്കളെ കണ്ടു, അവർ നന്മകൾ കണ്ടു, അവർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്ന കണ്ടു. സഭയിൽ മാതൃകയുള്ള ഒരു പിതാവായി, ദേശത്തെ മാതൃകയുള്ള ഒരു പിതാവായി, ഭവനത്തിലെ മാതൃകയുള്ള ഒരു ഭർത്താവായി തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെ ഭംഗിയായി നിറവേറ്റി. തടത്തിലെ അപ്പച്ചൻ ഇമ്പങ്ങളെ പർദീസയിലെ കഴിഞ്ഞ ദിവസം പറന്നുപോയി എന്ന് നമുക്കറിയാം. എങ്കിലും കാഹളം ധരിക്കുമ്പോൾ ക്രിസ്തുവിന് മരിച്ച കോടാനുകൂടി വിശദമായി ഉയർക്കുമ്പോൾ പിതാവിനെ കാണാമെന്നുള്ള പ്രത്യാശ നമുക്കുള്ളതോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ അപ്പച്ചൻ ഈ പെട്ടിക്കകത്ത് കിടക്കുന്ന സത്യമാണെങ്കിൽ നമ്മളും ഇതുപോലൊരു ദിവസം നമ്മുടെ വീടിന്റെ അകത്ത് ഒരു പെട്ടിക്കകത്ത് കിടക്കേണ്ടി വരുമെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുകയും ആത്മീയമായി ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തിന്റെ കൽപ്പനയെ പ്രമാണിപ്പാനും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ നീണ്ട നിലവുള്ളതുകൊണ്ട് ഞാൻ വാക്കുകൾ എഴുതിയിരിക്കുന്നില്ല. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റിന്റെയും പ്രത്യേകിച്ച് തിരുവല്ല പ്രേസന്റ് സഭയുടെയും പ്രത്യേകമായ അനുശോചനം പ്രത്യാശയും ഈ കുടുംബത്തിന് നേരുന്നു. ദുഃഖത്തെ കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ ആശ്വാസങ്ങളും ദൈവം ഹൃദയത്തെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തുടർന്ന് സംസ്കാര ശുശ്രൂഷ ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം വെച്ച കർത്താദാസുടെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്പോഴൊരു ഗാനം ആലപിക്കുന്നു. അതിനുശേഷം പാസ്റ്റർ ജോയ് ചാൻ തെക്കേൽ നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്തൻ പേർക്കുരപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ സ്നേഹത്തിൽ. പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ. പേർ വിളിക്കും നേരം കാണുമെൻ പേരു. പേർ വിളിക്കും നേരം കാണൂ. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും മെൻ പേരു. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുതാ. ഭക്തർ ഭാവനെ ആകാശ മാപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരു. പേർ വിളിക്കും കാണൂ. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ പേരു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലെ രക്ഷപ്പെട്ടോ രക്കേരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരു. പേർ വിളിക്കും കാണു. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണൂ. പേർ വിളിക്കും നേരം കാണും. ശ്രേഷ്ഠന്മാരായ ദൈവഭക്തന്മാർ ധാരാളം നമ്മുടെ മധ്യത്തിലുണ്ട്. പരിമിതമായ സമയം നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നുള്ളൂ. 12:15 മണിയാകുമ്പോൾ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് സമയം വേർതിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. തുടർന്ന് സംസാരിക്കുന്നതായ കർത്തൃദാസന്മാർ ചുരുങ്ങിയ സമയമെടുത്ത്
സംസാരിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രാരംഭമായിട്ട് 2 മിനിറ്റ് വളരെ പ്രായാധിക്യത്തിൽ ചെന്നിരിക്കുന്ന തോമസ് സാർ നമ്മുടെ മധ്യത്തിലുണ്ട്. തോമസ് സാർ നമ്മോട് 2 മിനിറ്റ് സംസാരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വേർപാട് എപ്പോഴും നമുക്ക് ദുഃഖകരമാണല്ലോ. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോ ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ളവനില്ല, മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല, ഈ യുദ്ധത്തിൽ സേവാഭോജനമില്ല. യുദ്ധം എന്ന് പറയുമ്പോൾ മരണവും ജീവനും തമ്മിൽ യുദ്ധം നടത്തിയാൽ മരണമേ ജയിക്കുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ശമുവേൽ സാറ് ഞങ്ങൾ ഏറെ കൊല്ലമായി സഹിത്വത്തിലുള്ളവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, വലിയവനായ ദൈവം വരാൻ അധികലമില്ലല്ലോ. എന്തെല്ലാം സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമ്മളായിരിക്കുന്നു. അതുകൊണ്ട് ഈ ചുരുങ്ങിയ ജീവിതം എന്ന് പറയുന്ന അഗ്നി ലോകസ്ഥാപനം സന്നിധമോ മർത്തജന്മം ക്ഷണഭംഗുരം ചുറ്റുപടുത്ത ലോകത്തുള്ള വെള്ളം വീണാല് അതിനെന്തോ ആയുസുണ്ട്. അതുപോലെയുള്ളൂ മനുഷ്യന്റെ ആയുഷ്കാലം ഈ ലോകത്തിൽ. അതുകൊണ്ട് ചുരുങ്ങിയ ആയുഷ്കാലം നമുക്ക് ലഭിച്ചത് വലിയവനായ ദൈവത്തിന് സന്നിധി നമ്മൾ ചെന്ന് ചേരണം. അതിന് നമ്മൾ ഒരുങ്ങിക്കൊള്ളണം. അല്ലെങ്കിൽ ഈ ഭൂമത്ത് നമ്മൾ മറ്റുള്ളവരെ പോലെ നശിച്ചു പോകുകയുള്ളൂ. എൻ്റെ ദൈവം എനിക്ക് വലിയവനായിരുന്നു. 73 കൊല്ലം മുമ്പ് 2ാം ലോക മഹായുദ്ധത്തില് റോയൽ ഇന്ത്യൻ നേവിയിലെ അനേക ബോംബുകളുടെയും വെടിയുണ്ടകളുടെയും മൈനുകളുടെയും എന്നെ രക്ഷിച്ചു വിട്ടതാ. അനേകരെ തീയിൽ നിന്ന് ഞാൻ രക്ഷിച്ചതാ. ഞാനിത് പറഞ്ഞത് ഈ ദൈവം കർത്താവ് വരാൻ നേരമായിരിക്കുന്നു. നമ്മള് അനേകരെ തീയിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ കടപ്പാടാ. ഞാൻ അനേകരെ രക്ഷിച്ചു. എനിക്ക് ഇന്ത്യ ഗവൺമെന്റ് മെഡൽ തന്നിട്ടുണ്ട്. മെഡല ഇന്ത്യ ഗവൺമെന്റ് തന്നാ. അനേകരെ രക്ഷിച്ചു. ഞാനിത് കാണിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മള് ഈ ഭൂമത്തായിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് ആ മാതൃരാജ്യത്തില് അനേകരെ ചേർക്കണം. ചേർത്താള് നിനക്ക് കിരീടം വെച്ചിട്ടുണ്ട്. വലിയവനായ ദൈവം കിരീടം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് നമ്മളെല്ലാം ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഞാന് എന്റെ കാര്യം പറയാൻ ഗലീലാക്കടലില് ഇന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞവനാ. ഗലീലാക്കടലില് 400 പ്രവാചകരുടെ കർണവൽ പടത്തുനിന്ന് ക്രിസ്തുവിനായ ഞാൻ സാക്ഷ്യം പറഞ്ഞവൻ. നിങ്ങളെപ്പോലെ അമേരിക്കൻ ലേഡീസ് ഡെഡ് സീയില് ചാവുകളില് മലന്ന് കിടക്കുക. മലന്ന് കിടന്നൊരു പുസ്തകം വായിക്കുക. ഞാനും മലന്ന് കിടന്ന ആ പുസ്തകം വായിച്ചില്ലെങ്കിൽ എന്താ പറയാൻ, ആ വെള്ളം എഴുതി വരുന്ന സോദോം ഗോമോറയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതാ അവിടെ വെള്ളം കെട്ടിക്കിടന്ന് ചാവുകളെ ആയി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അവിടെ ആരും കാണുപോവുകയില്ല. ലേഡീസ്, അമേരിക്കൻ ലേഡീസ് അല്ല, മലന്നിടുന്ന പുസ്തകം വായിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് വലിയവനായ ദൈവം നമ്മളെ ഭൂമിച്ചിട്ടു. ഞാൻ അതിനുശേഷം നാട്ടിൽ വന്നു. ഇടയാളം ഹൈസ്കൂളിൽ ഒരു അധ്യാപകനായി 37 കൊല്ലം റിട്ടയർ ചെയ്തു. നിർത്തിയേക്കാം. പ്രിയപ്പെട്ടവരെ, അനേക ഇടങ്ങളില് പോയി സാക്ഷിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. 10-400 കൂടെ സഭയിലും ഒക്കെ പോയി. ഞാനിത് പറഞ്ഞെന്തിനാ, ഈ ചുരുങ്ങിയ ആയുഷ്കാലം നമ്മളെവിടെ ആയിരിക്കുമ്പോൾ ഇത് നമ്മുടെ പ്രത്യാശയുള്ള സ്ഥലമല്ല. ഇവിടെ നമ്മൾ മാറ്റപ്പെടും. ആ മാസത്തിലാദ്യം നമ്മളെല്ലാം നേരുവാൻ ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ ആരും നഷ്ടപ്പെട്ടു പോകരുത്. പിന്നെയും നമ്മളൊരു ഈ ഭൂമത്തിൽ കാണുവാൻ ഇടയാവുമെന്ന് അറിയുന്നില്ല. ആ മാസത്തിലാദ്യം നമ്മൾ വലുതുവാതെ ആടകൂടുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരേ വരുവിൻ, ശപിക്കപ്പെട്ടവരേ പോകുവിൻ. ഇതിലേത് ശബ്ദം നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് വലുതുവാതെ ആടോട്ട് നമ്മൾ കാണുവാൻ തക്കണം. ദൈവം നമ്മളെ ഒരുക്കട്ടെ. ആശ്വസിച്ചിട്ടുണ്ട്. എന്റെ വാക്കിൽ നിന്ന് ഒരുമിക്കട്ടെ. നിങ്ങൾക്കെല്ലാം നമസ്കാരം. തോമസ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് സംസാരിക്കുന്ന പ്രിയപ്പെട്ടവർ 2-3 മിനിറ്റിൽ കവിയാത്ത സമയം മാത്രം എടുത്ത് സംസാരിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു.
ഈ വാത്സല്യ പിതാവിന്റെ കൊച്ചുമകൻ നിബുവിന്റെ ഫാദർലോ പാസ്റ്റ് PM ഫിലിപ്പ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം കർത്താവിന്റെ ദാസൻ മാത്തുക്കുട്ടി പാസ് നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. അതിനുശേഷം KA ശ്യാമുവേൽ നമ്മോട് സംസാരിക്കും. ഈ കർത്തൃദാസന്മാരെ നമ്മെ വിട്ട കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ട പിതാവിന്റെ ദേഹാവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞങ്ങൾക്ക് കുടുംബമായി ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കാൻ ദൈവം അവസരമൊരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃദാസന്മാർ ഈ പിതാവിന്റെ മക്കൾ മറ്റ് പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ദാസന്മാർ വിലപ്പെട്ട ദൈവവചനങ്ങൾ നമ്മളോട് സംസാരിച്ചു. കൃതദാസൻ ഓർപ്പിച്ചതുപോലെ പ്രിയ പിതാവിന്റെ കൊച്ചുമകൻ നിബുവിന്റെ എൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിനുള്ള ബന്ധത്തിൽ ഈ പകൽക്കാലം ഇവിടെ കടന്നു വരുവാനിടയായത്. ചില മാസങ്ങൾക്ക് മുമ്പ് പിതാവ് സൗഖ്യമില്ലാതിരുന്ന സമയത്തും ഇവിടെ കടന്നു വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു. ഈ പകൽക്കാലം ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ 92 വർഷങ്ങളിൽ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കാണാനുള്ള ഭാഗ്യം പിതാവിന് ലഭിച്ചു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി താൻ വീണ്ടും ജന്മം പ്രാപിച്ച് കർത്താവിന്റെ വചനപ്രകാരം ജീവിച്ച നിത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ പ്രത്യാശയാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ പ്രത്യാശ പിതാവിനെ സംബന്ധിച്ച് നമുക്കുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ അധികം ദുഃഖിക്കാതെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ട കർത്താവിന്റെ ദാസനെ വീണ്ടും നമുക്ക് കാണാമെന്നുള്ള ആ പ്രത്യാശയോടെ ഈ പകൽക്കാലം നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രത്യാശയോടുകൂടെ ദൈവസ്ഥനിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രിയ ഭവനത്തെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കുടുംബമായിട്ട് എൻ്റെ വ്യക്തിപരമായി വളരെ ബന്ധമുള്ള വളരെ കടപ്പാടുള്ള ഒരു ഭവനമാണ്. പ്രിയപ്പച്ചനെ സംബന്ധിച്ചോളം തൻ്റെ ജീവിതകാലത്ത് വളരെ ശക്തമായിട്ട് ആ ദൈവിക രാജ്യത്തിന് വേണ്ടി താൻ ഓടുവാൻ അധ്വാനിപ്പാൻ ദൈവം ഭാഗ്യം നൽകും എന്നുള്ളതാണ്. താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടവും എനിക്ക് വളരെ വ്യക്തമായി അറിയാം. എന്നാൽ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി പ്രിയ അല്ലുകുടി മാമ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കർത്താവ് ഭാഗ്യം നൽകി. തന്റെ ജീവിതയാത്രയിൽ കർത്താവിന് വേണ്ടി ധീരമായി നിലനിൽപ്പാൻ വളരെ ശക്തമായി താൻ ഏകയായി ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് ഭാഗ്യം നൽകി. തന്റെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ കാലയളവിൽ കോഴഞ്ചേരി പട്ടണത്തിൽ IPCയുടെ ആ പെനിയൽ ചർച്ച് ഉണ്ടാകുന്നതിനൊക്കെ മുമ്പുള്ള കാലഘട്ടം പ്രിയ ദൈവദാസിയൊക്കെ അതിന് നേതൃത്വം കൊടുത്ത് ഞാൻ ഓർക്കുകയാണ്. വളരെ ശക്തമായ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മറുപടിയാണ് ഈ കുടുംബം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിന് അക്ഷരീയമായ മറുപടി ഉണ്ട് എന്നുള്ളതിന്റെ പ്രഥമ ഉത്തരമാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന പ്രിയ പച്ചൻ. കാരണം അങ്ങനെ ആ ഒരു പ്രസംഗത്തിലൊന്നും കീഴ്പ്പെടാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്റെ മുഖത്ത് തന്നെ അത് പ്രതിഫലിക്കാൻ ഇടയിത്തീർന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് നല്ലൊരു മീശ മുഖത്തുണ്ടായിരുന്നു. അതിനുശേഷം സ്നാനപ്പെട്ട ശേഷം പ്രസിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ദൈവത്തിലായി തീർന്നു. തന്റെ വ്യക്തിത്വം തന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. ഈ ദേശത്ത് അപ്പച്ചനെ സംബന്ധിച്ചോളം ആരുടെയും പ്രസംഗം ആവശ്യമില്ല. ആ അപ്പച്ചൻ നടന്നു പോകുമ്പോൾ തന്നെ ആ സാക്ഷ്യം വെളിപ്പെടുമായിരുന്നു. വളരെ ശക്തമായി ദൈവരാജ്യത്തിൽ നിന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പ്രിയ കുഞ്ഞുങ്ങള്. പ്രിയ സൈമൺ സാറ് ഡെറാഡൂണിൽ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിക്കുക. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും മഹത്വകരമായിട്ടുള്ള ഒരു ബൈബിൾ കോളേജാണ്. എന്റെ പ്രിയ മകൾ എലിസബത്ത് അവിടെ പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച്
പ്രിയ ഭവനത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ പ്രിയ അപ്പച്ചനും അമ്മച്ചിയും അതിന് നല്ല 100% പ്രോത്സാഹജനകമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി അതിൽ കൂടുതൽ ഒരു കാര്യം ലോകത്തിലില്ല, എന്റെ മകനെ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ലോകത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് ഏറ്റവും നല്ലതിനെ കർത്താവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു പ്രസംഗം ഏത് കാര്യത്തിലും വളരെ ആധികാരികമായി പറയുവാൻ കഴിവുള്ള ശക്തനായ ഒരു അപ്പച്ചനായിരുന്നു പ്രിയ പിതാവ്, പ്രിയ ലീലക്കുട്ടി മാമ. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ അനേക ആളുകളെ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് സുവിശേഷകരെ വാർത്തെടുക്കുവാൻ പ്രിയപ്പെട്ടവരും ശുശ്രൂഷിക്കുന്ന സഭയിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അനേകരെ വാർത്തെടുക്കുവാൻ പ്രിയ അമ്മാമയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഗർജിക്കുന്ന സിംഹമായി ശക്തമായി ആധികാരികമായ ദൈവത്തിന്റെ വചനം അനേക സ്റ്റേജുകളിൽ വീണ്ടും വിടങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ പൊന്നച്ചൻ ബ്രദർ അതുപോലെ തന്നെ വളരെ ശക്തമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലും ദൈവത്തിന് വേണ്ടി തന്നെ കഴിവോളം അധ്വാനിക്കുന്നു. പ്രിയ വിജയിച്ചാനും പ്രിയ പെൺകുഞ്ഞുങ്ങളെല്ലാവരും അത് പ്രിയ അപ്പച്ചന്റെ മാതൃകാപരമായ ജീവിതത്തിന്റെ ഒരു മറുപടിയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയായി ഓർക്കുന്ന പുൻപുലരിയിൽ പ്രിയ പിതാവ് ഉയർത്തിരുന്നേൽക്കും. ആ പുൻപുലരിൽ നമുക്കും ആ പ്രിയ പിതാവിനെ കാണാമെന്നുള്ള ആ പ്രത്യാശ നമുക്ക് യാത്ര അയക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ സർവ്വ ആശ്വാസപൂർവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ നിർത്തുന്നു. സമയം ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ധന്യനാമം ഈ പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് വാങ്ങിപ്പോയ പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ രാത്രികൾ നടന്ന കൂട്ടായ്മയിൽ കടന്നുവരുവാനും ദൈവവചനം പങ്കിടുവാനും അദ്ദേഹത്തിന്റെ ജീവിത പാന്താവുകൾ വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിഞ്ഞതായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അക്കമിട്ട് നിറച്ചത് ഞാൻ ഓർക്കുന്നു. ആവർത്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ആരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിത്വം, സ്തോത്രം. അത് ജഡത്തിൽ കാത്തു, ആത്മീയതയിലും അതേ നിലയിൽ തന്നെ ആ കാഴ്ചപ്പാട്, ആ സ്വഭാവം കുഞ്ഞുങ്ങളിലും ഉള്ളത് ഓർത്ത് സ്തോത്രം. തന്റെ കുടുംബജീവിതം, പ്രാർത്ഥനാ ജീവിതം സ്തോത്രം രാത്രിയും ഓർക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അദ്ദേഹം കാത്തു സൂക്ഷിച്ചത് ആയിരുന്ന വിശ്വാസ പ്രമാണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ജീവിതമായിരുന്നത് ദൈവാത്മാവ് വളർത്തി അടുത്ത തലമുറയിൽ സിസ്റ്റർ ലില്ലിക്കുട്ടിയിൽ ആരംഭിച്ചത് ആത്മീക കാഴ്ചപ്പാടിൽ പ്രയോജനമുള്ളതെന്ന് ഗ്രഹിച്ചപ്പോൾ പിതാവും ഒപ്പം ഇറങ്ങി, മാതാവും സഹോദരങ്ങളും. ഇന്ന് പകൽക്കാലം ആ അന്തരാത്മാവിൽ ലഭിച്ച പ്രത്യാശ കൊണ്ടാണ് ജാതികളെ പോലെ ദുഃഖിക്കാതെ ഇവിടെ ഇരിക്കുന്നത്. അതോർത്ത് ഞാൻ കർത്താവിൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആവർത്തനത്തിന്റെ സദാ ഒഴിവാക്കി അടുത്ത ഭാഗത്തേക്ക് വരുവാൻ കർത്താവിൽ ശ്രദ്ധപ്പെടുന്നു. സ്തോത്രം ഹല്ലേലൂയ. പരിശുദ്ധ പറഞ്ഞു എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് സാക്ഷ്യം പറയുന്നു. അദ്ദേഹം ജഡത്തിൽ പാർത്തപ്പോൾ അധ്വാനിച്ച പ്രവർത്തിച്ച പ്രയത്നങ്ങൾക്ക് തക്ക പ്രതിഫലം വാങ്ങുവാനായി കടന്നുപോയിരിക്കുന്നു. ചരിത്രത്തിൽ നിന്ന് ഗ്രഹിച്ച ഒരു സത്യം പറയട്ടെ. മഹാനായ അലക്സാണ്ടർ മരിക്കും സമയം തന്റെ ശിഷ്യബന്ധുണ്ടായി, ഞാൻ മരിക്കുവാൻ പോകുന്നു. എന്റെ മരണശേഷം എന്റെ ശവപേടകത്തിന്റെ 2 സൈഡുകളിലും 2 സുഷിരമുണ്ടാക്കി 2 കരങ്ങളിൽ വെളിയിലിട്ടേക്കണം. അതിന്റെ അർത്ഥം ഞാൻ ഒന്നും കൊണ്ടുപോകും വരെ രോഗം അറിയട്ടെ. എന്നാൽ പിതാവിന് കൈ നിറച്ച് സൽപ്രവർത്തികൾ കൊണ്ടുപോകുവാൻ ഉണ്ട്. തലമുറയിൽ ലഭിച്ച അനുഭവങ്ങൾ കൊണ്ടുപോകുവാൻ ഉണ്ട്. പ്രതിഫലം വാങ്ങുമ്പോൾ നാം ലജ്ജിക്കാതിരിക്കണമെന്ന് നാം നമ്മെ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കാക്കുവാൻ സർവേശ്വരൻ നമ്മെ സഹായിക്കുവാനാകട്ടെ. നമ്മുടെ കാലം നമുക്കുള്ള പ്രത്യാശ കർത്താവിന്റെ കാഹളം ധ്വനിക്കും. നാം രൂപാന്തരപ്പെടും മുമ്പ് പിതാവ് ഉയർത്തെഴുന്നേൽക്കും. നാം രൂപാന്തരപ്പെടും. ഒരുമിച്ച് തിരുമുഖം കാണുവാൻ സർവീശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും അതിനെ ഒരുങ്ങിയും നമ്മുടെ ശിഷ്ടാശ് കഴിപ്പാൻ സർവീശ്വരൻ അതാവുന്നേ കൃപ നൽകട്ടെ എന്ന് പ്രബോധിപ്പിച്ചും ഡെറാഡൂൺ ബൈബിൾ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന പ്രസംഗ ഡാനിയേൽ കുടുംബമായി ഈ ദുഃഖത്തിൽ വന്നു ചേരുവാൻ പങ്കെടുക്കുവാൻ സാധ്യമാകാത്ത പശ്ചാത്തലമുള്ളതിനാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ